മാറുന്നു. ഇപ്പൊ നമുക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പൊ അതിലേക്ക് മാറുന്നു. സംഗതി ശരിയാ. നമ്മളറിയാതെ ചിലപ്പോഴൊക്കെ ആദം നബി തന്നെ അത്രയും കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവന്റെ പ്രതീക്ഷ എവിടെയാ? എന്നാ പിന്നെ നോക്കണ്ടെന്ന്. ഒരുത്തനൊരു ദിവസം റമദാനിൽ ഉറുദിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇപ്പം പറയാ ഇനി മുസഫിന്റെ ഭാഗത്തേക്കേ ഇല്ല. പക്ഷെ എന്താ പറ്റിയത്? ഇന്നത്തെ ഉറുദിയിലുണ്ട് റുബക്കാരി യഖ്റഉൽ ഖുർആന വൽ ഖുർആനു യൽഅനുഹു. എത്ര ഓത്തുകാരാണ്, അവർ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തെറ്റങ്ങളൊക്കെ ഓതുമ്പോൾ ഉള്ളത്. എൻ്റെ ഒത്തിൽ എന്തായാലും തെറ്റുണ്ടാകും, കാരണം ഉസ്താദിന്റെ അടുത്ത് അത്ര അടി കിട്ടിയതാണ്. അതുകൊണ്ട് ഇനി എന്തായാലും മുസഫിന്റെ ഭാഗത്തേക്ക് ഞാനില്ല. എന്തിനാ വെറുതെ അതിന്റെ ശാപം കൂടി ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമ്മളെന്താ അവിടെ പഠിച്ച്? ഒരുത്തൻ ആഗ്രഹത്തോടെ ഖുർആൻ പഠിക്കുന്നു, ശ്രമിച്ച് ഓതുന്നു, എന്നിട്ടൊരു അബദ്ധം പറ്റിപ്പോയാൽ 2 ഹസനത്ത് കൊടുക്കുന്നല്ലേ? തെറ്റ് പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യന് അള്ളാഹു 2 പ്രതിഫലം കൊടുക്കുന്നല്ലേ? ഹസനത്ത് അതിനെ അവഗണിച്ചിട്ട് തെറ്റ് പറ്റുന്നത് മറ്റൊന്നാണ്. അങ്ങനെ പഠിക്കുന്നുമില്ല, ശ്രമിക്കുന്നുമില്ല, അവഗണിക്കുന്നു, അത് മറ്റൊന്നാണ്. അതേസമയത്ത് ഈ ഖുർആൻ ഓതുമ്പോൾ എന്തായാലും നല്ലതല്ലേ ആഗ്രഹിക്കുള്ളൂ, അല്ലാണ്ട് അവഗണിക്കൂലല്ലോ. അപ്പോൾ ഓതുന്നവരോട് പറയാ, ഇനിയും ഇടക്കിടക്ക് പഠിക്കുന്നത് നല്ലതാണ്, കുറച്ചുകൂടി ഉഷാറാക്കുന്നതല്ല. നമ്മളെ ലോകത്തിൽ ഇനി ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇടക്കിടക്ക് പിന്നെയും ഒരു തഹ്സീൻ. അത് ഖുർആനിന്റെ അഹലുകാർക്ക് ഖുർആൻ എൻ്റെ ഷഫീആണ്, ഖുർആൻ പരലോകത്തിന്റെ ശുപാർശകനാണ് എന്ന ചിന്തയുള്ള ആളുടെ നല്ല സ്വഭാവമാണ് എന്ത്? വീണ്ടും വീണ്ടും ഖുർആൻ ഉഷാറാക്കുക, എൻ്റെ തജ്വീദ് ഉഷാറാക്കുക, ആശയം കൂടുതൽ കൂടുതൽ മുത്താല ചെയ്യുക, മഹാന്മാരുടെ തഫ്സീറുകളും മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളും നിരന്തരം അതിന്റെ പിന്നാലെ കൂടെ. ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ഇക്രിമ റളിയല്ലാഹുവിന്റെ സംഭവമല്ലേ? ഇക്രിമ റളിയല്ലാഹു എപ്പോഴും ഖുർആന്റെ ഏറ്റവും കൂടുതൽ സമയം ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളായിരുന്നു ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമ റളിയല്ലാഹു ഇങ്ങനെ ഖുർആൻ എടുത്തിട്ട് ഇഷ്കോടെ പറയായിരുന്നു, ഹാദാ കലാമു റബ്ബി, ഹാദാ കലാമു റബ്ബി പറഞ്ഞ് കരയായിരുന്നു, മുത്തം വെക്കുകയായിരുന്നു, ഇങ്ങനെ മുത്തം കൊടുക്കുകയായിരുന്നു. കുറേ സമയം ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും, ഹാദാ കലാമു റബ്ബി, ഇതെന്റെ പ്രിയപ്പെട്ട റബ്ബിന്റെ കലാം. ഇക്രിമ റളിയല്ലാഹുവിന്റെ ഒക്കെ വൈകാരികമായൊരു ബന്ധമുണ്ടല്ലോ, എൻ്റെ ഖുർആൻ, എൻ്റെ റബ്ബിന്റെ ഖുർആൻ, എൻ്റെ റബ്ബിന്റെ കലാം. അപ്പോൾ ആ ഇഷ്ടമാണ് ഖുർആൻ പ്രതിഫലിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഖുർആനൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കുമ്പോഴൊക്കെ ഖുർആൻ കുട്ടികളെ കൽബിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇഷ്കാണ്. ഖുർആനിനോടുള്ള പ്രതീക്ഷ, ഖുർആനിനോടുള്ള റിലേഷൻ, ഖുർആനിനോടുള്ള കണക്ഷൻ, ഇത് കൽബിൽ ഇട്ട് കൊടുക്കണം.